പൂനൂരിനടുത്ത കോളിക്കലിൽ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ഷംസുലുലമ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ച സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത് ഞാനായിരുന്നു. ഷംസുലുലമയെ ആ പ്രസംഗം ഏറെ ആകർഷിച്ചിരിക്കണം. വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം അഭിനന്ദിക്കുകയും സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അധികം വൈകാതെ അദ്ദേഹം സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ ക്ഷണിക്കുകയുണ്ടായി. 1970 മുമ്പായിരുന്നു ഇതെല്ലാം. റിസാല അപ്ഡേറ്റ്. സമസ്തയിലേക്കുള്ള എൻ്റെ വഴി. എ.പി. അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം എഴുതുന്നു. സമസ്തയുമായും സമസ്തയുടെ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു പൂനൂരും പരിസരവും. അവേലത്ത് സാദാത്ത് കുടുംബം, പ്രാദേശിക പണ്ഡിത നേതൃത്വം, സമ്പന്നമായ ദർസുകൾ, വ്യാജ ത്വരീക്കത്തുകളും പുത്തൻവാദികളുമായി വിവിധ ഘട്ടങ്ങളിൽ നടന്ന സംവാദങ്ങൾ തുടങ്ങിയവയാണ് അതിന് നിദാനം. മരക്കാർ ഹാജിയെപ്പോലുള്ള പൗരപ്രധാനികളുടെ ഇടപെടലുകളും സമസ്തയുടെ സമുന്നതരായ സാരഥികളെ പൂനൂരിലെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. അറബി വ്യാകരണ ഗ്രന്ഥമായ സഞ്ചാൻ ഓതിപ്പടിക്കുന്ന സമയത്താണ് പൂനൂർ സംവാദം നടക്കുന്നത്. കുന്നമംഗലത്ത് നടന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ 4 ദിവസത്തെ പ്രസംഗത്തെ തുടർന്ന് മുജാഹിദുകൾ ഉയർത്തിയ വെല്ലുവിളിയാണ് സംവാദത്തിലേക്ക് നയിച്ചത്. 4 ദിവസവും കൂട്ടുകാരോടൊപ്പം കുന്നമംഗലത്തെ പ്രസംഗം കേൾക്കാൻ പോയത് മറക്കാനാവാത്ത അനുഭവമാണ്. കാന്തപുരത്ത് നിന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞ് കിഴക്കോത്ത് പന്നൂര് വഴി കാൽനടയായാണ് ഞങ്ങൾ യാത്ര പുറപ്പെടാറുള്ളത്. ഇടയ്ക്ക് കടത്തുതോണിയിൽ കയറി പുഴ കടന്ന് വേണം നടത്തം തുടരാൻ. കുന്നമംഗലത്ത് എത്തിയാൽ 2 അണക്ക് ചായപ്പീടികയിൽ നിന്ന് നല്ല പൂളയും മത്തിക്കറിയും കട്ടൻ കാപ്പിയും കിട്ടും. ചെറുപ്പകാലത്ത് കഴിച്ച ഭക്ഷണങ്ങളിൽ ഇപ്പോഴും ഓർക്കുന്ന ഒന്നാണ് ആ പൂളയും മത്തിക്കറിയും. മടക്കയാത്രയും നടന്നു തന്നെയായിരുന്നു. സൂറത്തുൽ അഹ്സാബിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ സമർത്ഥിച്ചായിരുന്നു പതി ഉസ്താദിൻ്റെ പ്രസംഗം. പതി ഉസ്താദിൻ്റെ മലബാറിലേക്കുള്ള ആഗമനത്തിന് കാരണം പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അയച്ച ഒരു കത്തായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റുമായിരുന്നല്ലോ പറവണ്ണ ഉസ്താദ്. കൊടുവള്ളിക്കടുത്ത് പുഴമാട്ടുമൽ വഅദിന് വന്നപ്പോൾ ഉസ്താദിനെ സന്ദർശിക്കുകയും ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. സമസ്ത സ്ഥാപക നേതാക്കളിൽ പ്രമുഖരായ അല്ലാമ ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തിയെയും പനായിക്കുളം പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാരെയും ഇപ്രകാരം കണ്ടിട്ടുണ്ട്. വിയോഗത്തിൻ്റെ തൊട്ടു മുമ്പ് അല്ലാമ ഷാലിയാത്തി കാന്തപുരത്ത് വന്നിരുന്നു. ധാരാളം ആളുകൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു അത്. തലക്കടത്തൂരിൽ ഓക്കെ ഉസ്താദിൻ്റെ ദർസിൽ പഠിക്കുമ്പോഴാണ് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കാണാൻ പോയത്. ഫാത്തിഹയുടെയും സുമ്മിൻ്റെയും ഇജാസിയത്ത് സ്വീകരിച്ചത് മഹാനവറുകളിൽ നിന്നായിരുന്നു. ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെയാണ് സമസ്ത അധ്യക്ഷനായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിനെയും കുത്തുബി ഉസ്താദിനെയും സന്ദർശിച്ചത്. പ്രസംഗിക്കാൻ പോയിരുന്ന കാലമായതിനാൽ തന്നെ ഒച്ചയടച്ച് അനുഭവപ്പെട്ട സന്ദർഭമായിരുന്നു അത്. അതിനുള്ള ആയുർവേദ മരുന്ന് നിർദ്ദേശിച്ചു തന്നത് അബ്ദുൽ ബാരി ഉസ്താദാണ്. എൻ്റെ ഉസ്താദ് വാവാട് പോക്കർകുട്ടി ഉസ്താദിൻ്റെ പ്രധാന ഗുരുവായിരുന്നു കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. ഉസ്താദിനോടൊപ്പമാണ് കുത്തുബി ഉസ്താദിനെ കാണാൻ പോയതും അനുഗ്രഹം വാങ്ങിയതും. വാവാടിലെ പോക്കർകുട്ടി ഉസ്താദിൻ്റെ ദർസിനു ശേഷം കാന്തപുരത്ത് KK അബൂബക്കർ ഹസ്രത്തിൻ്റെ കീഴിലായിരുന്നു പഠനം. സമസ്തയുടെ സജീവ പ്രവർത്തകനായിരുന്നു അക്കാലത്ത് ഹസ്രത്ത്. ഉസ്താദ് പ്രസംഗത്തിന് പോകുമ്പോൾ എന്നെയാണ് കൂടെ കൂട്ടാറുണ്ടായിരുന്നത്. സമസ്ത വൈസ് പ്രസിഡൻ്റായിരുന്ന
മലയമ്മ നാരകശ്ശേരി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധം സ്ഥാപിക്കുന്നത് അങ്ങനെയാണ്. മലയമ്മ ഉസ്താദുമായി പല ഘട്ടങ്ങളിലും സമ്പർക്കം പുലർത്തിയിട്ടുണ്ട്. കെ ഹസ്രത്ത് കാന്തപുരത്ത് നിന്ന് സമസ്തയുടെ പ്രഥമ സ്ഥാപകനായ താനൂർ ഇസ്ലാഹുൽ ഉലൂമിലേക്ക് ദർസ് മാറിയപ്പോൾ ഞാനും കൂടെ പോയിരുന്നു. അല്പകാലമാണ് ഇസ്ലാഹിൽ പഠിച്ചത്. 1954 സമസ്ത സമ്മേളനം കഴിഞ്ഞുള്ള റമദാനിനു ശേഷമായിരുന്നു പ്രസ്തുത യാത്ര. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ രൂപീകരണത്തിന് പശ്ചാത്തലമൊരുങ്ങിയത് താനൂർ സമ്മേളനത്തിലായിരുന്നുവല്ലോ. പിൽക്കാലത്ത് SYSന് സമസ്തയുടെ ഔദ്യോഗിക കീഴ്ഘടകമായി അംഗീകരിച്ച സമസ്തയുടെ കക്കാട് സമ്മേളനത്തിലും കക്കാട് ജഫ്രി തങ്ങന്മാരുടെ വീട്ടിൽ വെച്ച് നടന്ന SYS കൺവെൻഷനിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് റമദാൻ ലീവിന് നാട്ടിൽ വന്നപ്പോഴായിരുന്നു പ്രസ്തുത സമ്മേളനവും കൺവെൻഷനും. താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം കുറ്റിക്കാട്ടൂർ ഇമ്പിച്ചാലി ഉസ്താദ്, ബഹറുൽ ഉലൂം OK ഉസ്താദ് എന്നിവർക്ക് കീഴിലാണ് പഠനം തുടർന്നത്. സമസ്ത പ്രസിഡൻ്റായിരുന്നു KK സദഖത്തുള്ള മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്നു ഇരുവരും. പഠനകാലയളവിലും തുടർന്നുണ്ടായ ഇത്തരം ബന്ധങ്ങളാണ് സമസ്തയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാക്കുന്നതും അവയുടെ ഭാഗമാവാൻ അവസരമുണ്ടാക്കിയതും. പുത്തനാശയക്കാരും വ്യാജ ത്വരീക്കത്തുകളും മുസ്ലിം ജനതയുടെ വിശ്വാസ കാര്യങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ പലവിധ ആസൂത്രണങ്ങൾ നടത്തുന്ന ആ കാലത്താണ് അഹ്ലുസുന്നിയുടെ വളർച്ചയ്ക്ക് സമസ്ത അനിവാര്യമാണെന്ന ചിന്ത ഉള്ളിൽ വരുന്നത്. പഠനകാലത്ത് എൻ്റെ പരിസര പ്രദേശങ്ങളിലും പിന്നീട് വിദൂര ദിക്കുകളിലും ഉൾപ്പെടെയുള്ള സമസ്തയുടെ ഉലമാക്കൾ പങ്കെടുത്ത പരിപാടികളിൽ സജീവമാകാൻ പ്രേരിപ്പിച്ചതും ഈ ചിന്തയായിരുന്നു. അപ്പോഴേക്കും റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ശംസുലുലമ EK അബൂബക്കർ മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ, അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് തുടങ്ങിയ സമസ്തയുടെ നേതാക്കളുമായി ആത്മബന്ധം രൂപപ്പെട്ടിരുന്നു. പ്രഭാഷണ രംഗത്ത് അവസരങ്ങൾ ഈ സൗഹൃദങ്ങൾ കൂടുതൽ സുദൃഢമാക്കാൻ സഹായിച്ചു. പൂനൂരിനടുത്ത കോളിക്കലിൽ എൻ്റെ അധ്യാപന കാലയളവിൽ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ശംസുലുലമ ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ച സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത് ഞാനായിരുന്നു. ശംസുലുലമയെ ആ പ്രസംഗം ഏറെ ആകർഷിച്ചിരിക്കണം. വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം അഭിനന്ദിക്കുകയും സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അധികം വൈകാതെ അദ്ദേഹം സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ ക്ഷണിക്കുകയുണ്ടായി. അപ്രകാരം സമസ്തയുടെ പല പരിപാടികളിലും മുഷാവറ അനുബന്ധ മീറ്റിങ്ങുകളിലും സംബന്ധിക്കാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. 1970 മുമ്പായിരുന്നു ഇതെല്ലാം. ഇക്കാലയളവിലാണ് സമസ്ത ജില്ലാ ഘടകങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഈ തീരുമാനത്തെ തുടർന്ന് ആദ്യമായി നിലവിൽ വന്ന കമ്മിറ്റികളിൽ ഒന്നായിരുന്നു സമസ്തയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. 1971 ഫെബ്രുവരിയിൽ കോഴിക്കോട് ഹിദായത്തു സിബിയാൻ മദ്രസ ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ സദസ്സിൽ വെച്ചാണ് കമ്മിറ്റി നിലവിൽ വരുന്നത്. പണ്ഡിതന്മാർ സംഘടിച്ചു പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആധുനിക മോഡേണിസ്റ്റ് പുത്തനാശയക്കാരുടെ സംഘടിത പ്രവർത്തനത്തെ നേരിടാനും ശരീഅത്ത് നിയമം മാറ്റിയെഴുതാനുള്ള വെല്ലുവിളി ധീരമായി നേരിടാൻ രംഗത്തിറങ്ങി പ്രവർത്തിക്കാനും യോഗത്തിൽ പ്രസംഗിച്ച KP ഉസ്മാൻ സാഹിബ്, ACS ബീരാൻ മുസ്ലിയാർ എന്നിവർ പ്രസംഗിച്ചത് ഓർക്കുന്നു. ആദർശ പ്രചരണവും താലൂക്ക് ഘടകങ്ങൾ രൂപീകരിച്ച് പ്രവർത്തനം സജീവമാക്കലുമായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന പ്രവർത്തനങ്ങൾ. സമസ്തയെ കൂടുതൽ ജനകീയമാക്കുന്നതിൽ ജില്ലാ ഘടകങ്ങൾ നൽകിയ സംഭാവന ചെറുതായിരുന്നില്ല. സമസ്തയുമായി ബന്ധപ്പെട്ട എൻ്റെ ഓർമ്മകളിൽ മറക്കാനാവാത്ത ഒരു യോഗമായിരുന്നു അത്. അയനിക്കാട് P ഇബ്രാഹിം മുസ്ലിയാർ പ്രസിഡൻറ്റും അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ
ജനറൽ സെക്രട്ടറിയുമായി അന്ന് രൂപീകരിച്ച പ്രഥമ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലാണ് ജോയിൻറ്റ് സെക്രട്ടറിയായി സമസ്തയുടെ ഔദ്യോഗിക ചുമതലയിലേക്ക് ഞാൻ വരുന്നത്. അംഗങ്ങൾ ഉൾപ്പെടെ 38 പേരായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. കൊയിലാണ്ടി, വടകര, കോഴിക്കോട്, തെക്കൻ വയനാട് എന്നീ താലൂക്കുകളിൽ കമ്മിറ്റി രൂപീകരിക്കാൻ അന്ന് തീരുമാനിക്കുകയും ഇതിനായി കമ്മിറ്റി അംഗങ്ങളെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തിരുന്നു. SISന്റെ പ്രവർത്തനങ്ങളിലും ഇക്കാലയളവിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. സമസ്തയുടെയും SISന്റെയും സംസ്ഥാന ഭാരവാഹിത്വങ്ങളും ചുമതലകളും ഏൽപ്പിക്കപ്പെടാൻ അത് നിമിത്തമായി. സമസ്തയുടെ പിൽക്കാല പദ്ധതികളിലെല്ലാം ഭാഗമാകാൻ അത് മുഖേന അവസരം കൈവന്നു. സമസ്ത ഓഫീസ് സെക്രട്ടറി, നൂരിഷ ത്വരീഖത്ത് പഠന സമിതി, പട്ടിക്കാട് ജാമിയ നൂരിയ കമ്മിറ്റി, സമസ്ത സിലബസ് സമിതി, ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ ഉലമ അഡ്ഹോക് കമ്മിറ്റി, വിദ്യാഭ്യാസ ബോർഡ്, കോഴിക്കോട്ടെ സമസ്ത ആസ്ഥാന നിർമ്മാണ കമ്മിറ്റി തുടങ്ങിയവയിലെ അംഗത്വവും എന്നിവ അവയിൽ ചിലതാണ്. സമസ്തയുമായി ബന്ധപ്പെട്ട ആദ്യകാല ഓർമ്മകളിൽ പ്രധാനപ്പെട്ടതാണ് 1976 ഏപ്രിൽ 22 കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ വെച്ച് നടന്ന സമസ്ത കോഴിക്കോട് ജില്ലാ സമ്മേളനം. ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ നഗറിലായിരുന്നു സമ്മേളനം. ഒരു വലിയ പെരുന്നാൾ ദിവസത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ കൊളപ്പുറത്തിനടുത്ത പുകയൂരിൽ വായതുണ്ടാവാറുള്ളത് ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചായിരുന്നു. അവിടെയുള്ള ആളുകൾ ബാംഗ്ലൂരിലെ ബേക്കറി കച്ചവടക്കാരാണ്. അവർ പെരുന്നാളിനാണ് നാട്ടിൽ വരിക. പുകയൂരിൽ നിന്ന് മടങ്ങുമ്പോഴാണ് പത്രത്തിൽ അഹ്നിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ മരണപ്പെട്ട വിവരം അറിയുന്നത്. അതറിഞ്ഞ് വീട്ടിലേക്ക് പോകാതെ നേരെ മരണവീട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു. മാനാഞ്ചിറ മൈതാനിയിൽ നടന്ന സമസ്ത കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് സമസ്ത പബ്ലിഷിംഗ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച എൻ്റെ ആദ്യ പുസ്തകം റാബിത്തയും ജുമുഅ ഖുതുബയും പ്രകാശിതമായത്. കണ്ണിയത്ത് ഉസ്താദായിരുന്നു പ്രകാശന കർമ്മം നിർവഹിച്ചത്. സമസ്ത കേന്ദ്ര മുഷാവറ നിർദ്ദേശപ്രകാരമാണ് പുസ്തകം എഴുതിയത്. ലോകപ്രശസ്ത മുസ്ലിം സംഘടനയായ റാബിത്തത്തുൽ ആലമീൻ ഇസ്ലാമി വെള്ളിയാഴ്ചകളിലെ പവിത്രമായ ക്രമമായ ഖുത്ബ പരിഭാഷപ്പെടുത്താമെന്ന് ഫത്വ പുറപ്പെടുവിച്ച ഘട്ടത്തിലാണ് സമസ്ത മുഷാവറയുടെ നിർദ്ദേശപ്രകാരം ഈ ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. റാബിത്തയുടെ ഫത്വ കേരളത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. നവീനവാദികൾ ഒരു സുവർണാവസരമായി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി. സമസ്തയിൽ ഗൗരവമായ ചർച്ച നടന്നു. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ഷംസുൽ ഉലമ EK ഉസ്താദ്, EK ഹസൻ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, ചേറൂർ ബഷീർ മുസ്ലിയാർ തുടങ്ങിയവരായിരുന്നു ചർച്ചയുടെ മുൻപന്തിയിൽ. ഭാരവാഹി എന്ന നിലയിൽ മിക്കയിടങ്ങളിലും ചർച്ചയുടെ ഭാഗമാകാൻ സാധിച്ചു. വിവിധ ഇടങ്ങളിൽ വിവാദ വിഷയങ്ങൾ വിശദീകരിച്ച് പൊതുസമ്മേളനങ്ങൾ നടന്നു. പ്രസ്തുത വർഷം നടന്ന പട്ടിക്കാട് സമ്മേളന വേദിയിൽ ഞാൻ പ്രസംഗിച്ചതും അതേ വിഷയമായിരുന്നു. CH മുഹമ്മദ് കോയ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത സമ്മേളനമായിരുന്നു അത്. പ്രാദേശികമായി മാത്രമല്ല അന്തർദേശീയമായും സമസ്തയുടെ ധീരമായ ഇടപെടലിന് സാക്ഷ്യം വഹിച്ച വിവാദമായിരുന്നു റാബിത്വ ജുമുഅ ഖുത്ബ പ്രശ്നം. സമസ്ത നേരിട്ട് റാബിത്വക്ക് കത്തെഴുതി. പക്ഷേ മറുപടി ലഭിച്ചില്ല. അതേ തുടർന്ന് വീണ്ടും സംഘടനയ്ക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചു. എന്നാൽ റാബിത്വയുടെ പേരിൽ അതിൽപ്പെട്ട ചിലരാണ് ഈ ഫത്വയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പിന്നീട് ബോധ്യമായി. അതിനുശേഷം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ തുടർന്നയച്ച ഫത്വകളിൽ സംഘടന ജുമുഅ ഖുത്ബ അറബിയിലായിരിക്കണമെന്ന് പ്രസ്താവിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പണ്ഡിതന്മാരുമായി ആശയവിനിമയം നടത്താൻ ആത്മധൈര്യം പകർന്നു നൽകിയ സംഭവമായി സമസ്ത ഏൽപ്പിച്ച ദൗത്യം എന്നും പറയാം.
അന്താരാഷ്ട്ര തലത്തിൽ പണ്ഡിതന്മാരുമായി ആശയവിനിമയം നടത്താൻ ആത്മധൈര്യം പകർന്നു നൽകിയ സംഭവമായി സമസ്ത ഏൽപ്പിച്ച ദൗത്യം എന്നും പറയാം. CM വലിയുല്ലാഹി പങ്കെടുത്ത സമസ്ത സമ്മേളനം കൂടിയായിരുന്നു 76-ലെ സമസ്ത കോഴിക്കോട് ജില്ലാ സമ്മേളനം. ഗുജറാത്തിലെയും ബാംഗ്ലൂരിലെയും പണ്ഡിതന്മാർ പങ്കെടുത്ത സമ്മേളനത്തിലെ എൻ്റെ പ്രസംഗ വിഷയവും ജുമുഅ ഖുത്ബയെക്കുറിച്ചായിരുന്നു. സമസ്ത പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തവും സമസ്തയിലൂടെയുള്ള വഴികളും കൂടുതൽ വിശാലമായി തുടങ്ങിയ ഒരു കാലം കൂടിയായിരുന്നു അത്.